അപ്പം ഞങ്ങൾ കാർ കയറിയിട്ട് ഡേ ടു ഡേ പോകാൻ പോവാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡേ ടു ഡേയിലാണ് പോകുന്നത്. അവിടെ ഭദ്രുവിൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിനാണ് നമ്മൾ പോയത്. പിന്നെ ഇതാണ് എങ്ങോട്ടുള്ള വഴിയൊന്നും എനിക്ക് വലിയ ക്ലിയർ ഒന്നുമല്ല, കാരണം വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകണം, എനിക്ക് ക്ലിയർ അല്ല. ഇതാണ് നമ്മുടെ ഡേ ടു ഡേ. ഇവിടെ ടോയ്സാണ് കൂടുതലും ഉള്ളത്. പിന്നെ കുറേ നല്ല ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് ഒരു ഫ്ലോറുള്ള ഡേ ടു ഡേ ആണ്. ഇങ്ങനെ 2-3 ഫ്ലോറൊക്കെയുള്ള ഡേ ടു ഡേയ്സൊക്കെ ഉണ്ട്. പിന്നെ ഡേ ടു ഡേയുടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഡേ ടു ഡേയുടെ തന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബർത്ത്ഡേക്ക് നമ്മൾ മേടിച്ചില്ല സാധനം ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭദ്രു ഈ സ്കുഷി എടുത്ത് കളിക്കുമായിരുന്നു. പിന്നെ നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അന്ന് മേടിച്ച കിച്ചൺ സെറ്റും ബിൽഡിംഗ് ബ്ലോക്സും ഒക്കെ. ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഭദ്രു അൺബോക്സ് ചെയ്തപ്പോൾ ഭദ്രു ഇവിടെ എല്ലാം വലിച്ചു പോയിട്ട് നിങ്ങളും കണ്ടതല്ലേ. പിന്നെ അത് നല്ലൊരു സ്കുഷിയായിരുന്നു. അത് നല്ലൊരു വൈറ്റ്, ഇതിൻ്റെ പിങ്ക് വേറെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്കുഷീസ് ഉണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കീ ചെയിൻസ് ആയിട്ടുള്ള ബാർബീസ് ഉണ്ടായിരുന്നു. വലുതും ഉണ്ടായിരുന്നു, ചെറുതുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ മെർമെയ്ഡ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞാൻ മുമ്പേ വന്നപ്പോൾ ഒരു കീ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന ഒരു പിങ്ക് കീ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ വന്നപ്പോൾ. അത് ഭദ്രു ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്താണ് അന്ന് ഡ്രസ്സ് എടുത്തത്, ആ ഒരു ബ്ലൂ ഡ്രസ്സ് പോവാണ്. ഡ്രസ്സൊക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത്. പിന്നെ എനിക്കും കുറച്ച് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനും ഇവിടുന്നാണ് ഡ്രസ്സ് എടുത്തത്. നല്ല പ്രൈസിന് ഡ്രസ്സൊക്കെ കിട്ടുമായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് എടുത്തത്. പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് അന്ന് കാണിച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ അതായിരുന്നു കുറച്ചും കൂടെ ഒരു രസമുണ്ടായിരുന്നു. സിൻഡ്രല്ല പോലെ ഉണ്ടായിരുന്നു അതിനെ. പിന്നെ അവിടെ നമ്മള് ബലൂണും ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു പാക്കറ്റ് തപ്പുമായിരുന്നു. എന്തൊക്കെ കളിപ്പാട്ടം എടുത്ത് ഭദ്രു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭദ്രുവിന് അത് വേണം, ഭദ്രുവിന് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ കിച്ചൺ സെറ്റ്, നമ്മുടെ പഴയ കിച്ചൺ സെറ്റും ബിൽഡിംഗ് ബ്ലോക്സും. പിന്നെ വേറെ എന്തൊക്കെയോ ഒരു ടോയ്, ബനാനയുടെ ഒരു സോഫ്റ്റ് ടോയ് ഉണ്ടായിരുന്നു, അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സംഭവങ്ങൾ മാത്രമല്ല, ആ സ്റ്റേഷനറി ഐറ്റംസ്, ഇത്രയും നല്ല ക്യൂട്ട് എസ്തറ്റിക് ആയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്ലൂ സ്റ്റിക്ക്, ഗ്ലിറ്റർ പെന്ന്, ക്ലേയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ഒരു ABCD, ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ABCD ഉണ്ടായിരുന്നു. നമ്മളൊരു നോർമൽ ക്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് മാത്രമല്ല, നല്ല ആർട്ടിന് പറ്റിയ സാധനങ്ങൾ, പിന്നെ ഇതേപോലത്തെ ഞാൻ പറഞ്ഞില്ലേ ക്ലേ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽസ്, ക്രീം. നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരത്തില്ലായിരുന്നോ, എല്ലാം കൂടെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അത്രയ്ക്ക് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്നാക്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിന് മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ ഈ ആർട്ടിന് പറ്റിയ സാധനങ്ങൾ, ക്യാൻവാസ്, പെയിൻറ്റ്, ബ്രഷ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ നടന്ന് കാണുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.